ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഉണ്ണിക്കുട്ടനുമായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഇടത്തേക്ക് യാത്ര പോയ വിശേഷമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അച്ഛനൊക്കെ പാക്കിങ് കഴിഞ്ഞ് ഡിക്കിയിൽ സാധനങ്ങളൊക്കെ വെക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ ഈ പാക്കിങ് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ നോക്കി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 കാറിലായിട്ടാണ് കേട്ടോ പോയിരുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ട്രാവലർ വിളിച്ച് പോയാലോ, പക്ഷേ ഞങ്ങൾ മുൻപ് ഒരിക്കലും ഒരു ട്രാവലർ വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ ഇത്തവണ നമുക്ക് 2 കാറിലായിട്ട് നമുക്ക് മെല്ലെ മെല്ലെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ നിർത്തി ഓരോ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ മെല്ലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു തവണ 2 കാറിലായിട്ട് ട്രാവൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പേര് അതിലും ഇതിലൊക്കെ ഇട്ട് മാറി ഇരുന്ന് യാത്ര ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാർ കൂടി ഈ ഒരു യാത്രയിൽ ശരിക്കും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അവർക്ക് ആ ഒരു സമയമായപ്പോഴേക്കും ലീവ് കിട്ടാൻ പ്രയാസമായി. അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ എത്തേണ്ട ആ ഒരിടത്തേക്ക് എത്താം, ആ ഒരു ഇതിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരുകയും ചെയ്തു. നമ്മൾ 2 കാറിൽ യാത്ര ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് കാറിനെ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം കോൾ ചെയ്ത് ചോദിക്കുമായിരുന്നു, എന്നെ എവിടെ എത്തി, നിങ്ങൾ ഇവിടെയാണോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാക്സിമം ടൈമും ഒപ്പം പോകാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വലിയ സ്പീഡിലൊന്നും നമുക്ക് പോകണ്ട, നമുക്ക് വിചാരിച്ച സമയത്ത് തന്നെ കറക്റ്റ് സ്ഥലത്ത് എത്തും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ആ തിരഞ്ഞെടുത്ത ആ ഒരു സമയം പീക്ക് അവേഴ്സ് ഒന്നും അല്ലല്ലോ, അപ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നമൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്കിങ്ങനെ യാത്രയിൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നല്ല വലിയ ടിന്നുകളിൽ നല്ല ഇതാക്കിയിട്ട് വെള്ളം എടുക്കാറുണ്ട്, കുടിവെള്ളം എടുക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ദോഷമായിട്ട് വരാത്തൊരു കാര്യമാണ് കുടിവെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ യാത്രയിൽ എവിടെയെങ്കിലും നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയ ക്യാനിലായിട്ട് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മണ്ണുത്തിയിൽ നിന്ന് പാലക്കാട് റൂട്ടിനാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യാത്ര നമ്മുടെ ആ ഒരു ഭൂമിയുടെ ആ രീതി തന്നെ മാറിക്കൊണ്ടിരിക്കും. നല്ലതായിട്ട് പച്ചപ്പ് കണ്ട് യാത്ര ചെയ്യാം. പുറത്ത് നല്ല വെയിലാണ്, പക്ഷെ എങ്കിൽ പോലും നല്ല നല്ല മരങ്ങളും തെങ്ങുകളും ഒക്കെ കണ്ടിട്ട് ഒരു തമിഴ്നാട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എനിക്ക് പറയാം. എക്സാക്റ്റ് സ്ഥലം ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പറയൊന്നും വേണ്ട, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റോഡായതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കേരളത്തിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്. ഈ ഒരു റോഡിൽ യാത്ര എന്ന് പറഞ്ഞാൽ സൂപ്പർ റോഡുകളാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു യാത്ര എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇപ്പം മനസ്സിലാവും കേട്ടോ. ഞങ്ങൾ പോകുന്നത് പഴനിയിലേക്കാണ് കേട്ടോ. അപ്പോൾ പഴനിയിലേക്കുള്ള ആ വഴിയിലേക്ക് ഇപ്പം ഞങ്ങൾ തിരിയും. ഈ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരിടത്ത് ഇറങ്ങി നല്ല ചോറ്, നന്നായിട്ടുള്ള പല വിഭവങ്ങളുള്ള സദ്യ കഴിച്ചു. പഴനി മുരുകൻ ക്ഷേത്രത്തിന് ദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ദണ്ട് പിടിച്ചുകൊണ്ട് നവപാഷാണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രതിഷ്ഠയാണ് പഴനിയിലുള്ളത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും പഴനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം ആ ഒരു സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ട കുതിരവണ്ടികളും ഒക്കെ. നമ്മൾ മഴവിൽക്കാവടി സിനിമ നമുക്ക് ഓർമ്മ വരും കേട്ടോ ഇവിടെ എത്തിയ. ആ ഒരു സിനിമ ഓർക്കാത്ത ഒരു മലയാളികളും ഈ ഒരു പഴനിയിലൂടെ കടന്നു പോവില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിരന്ന് നിൽക്കുന്ന കടകളും ഒക്കെ കാണുന്ന നല്ല ഏറ്റവും രസകരമായ ഒരു കാഴ്ചയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ റൂം എടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇന്ന റൂം ഇവിടെ ഉണ്ട്, ഇന്ന റൂം ഇവിടെ ഉണ്ട് എന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ആകെ കുഴപ്പിക്കും. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് അടിവാരത്തിൽ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഉള്ള ലോഡ്ജിൽ ഞങ്ങൾക്ക് റൂം കിട്ടി. ഉണ്ണിക്കുട്ടാ, നമ്മൾ എങ്ങോട്ടാണ് വന്നത്?
ഈ മുടി മുഴുവൻ അങ്ങോ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അമ്മയും അനിയനും പിന്നെ കണ്ണേട്ടനും ചേച്ചിയും കൂടിയിട്ട് വൈകുന്നേരത്തെ ദീപാരാധന തൊഴാൻ പഴനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള തങ്കത്തേരിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പറ്റുക. ഉണ്ണിക്കുട്ടനെ ഈ ഒരു വഴിപാടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. പഴനിയിലെ മുരുകൻ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടിയാണ് ഭഗവാനുള്ളത് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളീയർ ഇവിടേക്ക് മലയാളികൾ പഴനിയിൽ ദർശനം നടത്തുക സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. 9 പ്രത്യേക ഔഷധ കൂട്ടുകൊണ്ടാണ് മുരുകൻ്റെ പ്രതിഷ്ഠ ഭോഗ മഹർഷി നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠയിലൂടെയുള്ള അഭിഷേകം ആയിട്ടുള്ള പഞ്ചാമൃതവും ചന്ദനവും നമ്മൾ സേവിക്കുകയാണെങ്കിൽ നമുക്ക് സർവ്വരോഗശമനം ലഭിക്കുന്ന ഭക്തർ കരുതുന്നുണ്ട്. വൈകുന്നേരത്തുള്ള ഭഗവാന്റെ രാജകീയ രൂപത്തിലുള്ള അണിഞ്ഞൊരുങ്ങൽ, അതായത് സായരക്ഷ തൊഴുന്നത് ഐശ്വര്യപ്രദമാണെന്നും കാവടി എടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. ഞാനെന്നുള്ള ഒരു അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നതാണ് ഈ ഒരു തലം മുണ്ടനം ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാലമുരുകൻ്റെ ഒരു രൂപത്തോട് സാദൃശ്യം ഈ ഒരു രൂപത്തിനുണ്ടെന്ന് കൂടി ഉള്ളതാണ് നമ്മൾ തലമുണ്ടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. പുരാണത്തിൽ പറയുന്നത് ഒരിക്കൽ നാരദ മഹർഷി കൈലാസത്തിൽ വെച്ചിട്ട് ശിവഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ജ്ഞാനപ്പഴത്തിനെ ചൊല്ലിയിട്ട് ഒരു തർക്കം ഉന്നയിച്ചു. വിജ്ഞാനത്തിൻ്റെ അമൃതമായിട്ടുള്ള ജ്ഞാനപ്പഴം തൻ്റെ പുത്രന്മാർക്ക് ഒരുപോലെ പകുതി നൽകാനെന്ന് ഭഗവാൻ തീരുമാനിക്കും. എന്നാൽ ഈ ഒരു ഫലം പകുതിയായി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അമൂല്യ ശക്തി നഷ്ടപ്പെടുമെന്നും നാരദർ പറഞ്ഞു. ആ ഒരു സന്ദർഭത്തിൽ ഭഗവാൻ വളരെ വിഷമത്തോടു കൂടി തൻ്റെ മക്കളിൽ ആരാണോ ഏറ്റവും ബുദ്ധിമാൻ ആ ഒരു കുഞ്ഞിന് ഇത് നൽകാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു മത്സരം തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു ലോകത്തെ 3 പ്രാവശ്യം ആരാണോ ആദ്യം വലം വെച്ച് വരുന്നത് അവർക്ക് ഈ പഴം നൽകാമെന്ന് തീരുമാനിച്ചു. ഇത് കേൾക്കേണ്ട താമസം തന്നെ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ വാഹനമായിട്ടുള്ള മയിലിൻ്റെ പുറത്തേറി ലോകം ചുറ്റൽ ആരംഭിച്ചു. എന്നാൽ ഗണപതി ഭഗവാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ലോകമായിട്ടുള്ള അച്ഛനെയും അമ്മയെയും അദ്ദേഹം വലം വെച്ച് തീർത്തു. അങ്ങനെ വലം വെച്ച് തീർത്തതെന്നല്ല, സുബ്രഹ്മണ്യ സ്വാമി തിരിച്ചു വരുമ്പോൾ തനിക്ക് അർഹതപ്പെട്ടിട്ട് എന്ന് തോന്നിയിരുന്ന ആ ഒരു ഫലം, അതായത് ജ്ഞാനപ്പഴം തൻ്റെ അനുജന് അച്ഛൻ സമ്മാനിച്ചു എന്നറിഞ്ഞ് വിഷമത്തോടു കൂടിയിട്ട് കൈലാസത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ പഴനിയിൽ അദ്ദേഹം ഒരു സ്ഥാനം ഉറപ്പിച്ചു. അങ്ങനെയാണ് പഴനി മുരുകൻ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് പുരാണത്തിൽ പറയുന്നത്. മലകയറ്റം കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആദ്യമുണ്ടായിട്ടുള്ള കൽപ്പടവുകൾ അതായത് പാറ ചെത്തി ഉണ്ടാക്കിയ കൽപ്പടവുകളൊക്കെ കുറച്ചും കൂടി പുനരുദ്ധാരണമൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ ഫ്യൂണിക്കുലർ റെയിൽവേ സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു മലകയറ്റം കുറച്ചുകൂടി സുഗമമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഒരു മണിയുടെ ഒരു ശബ്ദമുണ്ട്, ഭയങ്കരമായിട്ടുള്ള മുഴക്കാണ് അത്. ആ ഒരു പഴനി നഗരം മൊത്തം നമുക്ക് കേൾക്കാൻ കഴിയും. അഭിഷേകം കഴിഞ്ഞിട്ട് ഭഗവാനെ രാജകൊട്ടാരത്തിൽ നിന്ന് മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് ഒരു രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു രാജകുമാരനെ പോലെ അലങ്കരിക്കുന്ന ഒരു ഇതുണ്ട്. ആടയാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് അലങ്കരിക്കണം, അതിന് അലങ്കാരം എന്നാണ് പറയുന്നത്. കൂടാതെ ഉത്സവമൂർത്തിയായിട്ട് ഭഗവാനെ അലങ്കരിച്ച് സ്വർണ്ണരഥത്തിൻ്റെ തേരിൽ ഇരുത്തി ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നുണ്ട്. അതിന് തങ്ക തേര് എന്നാണ് പറയുന്നത്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദേവസേനാധിപതി ആയിട്ടുള്ള മുരുകൻ താരകാസുരനിൽ നിന്ന് ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ചു വന്നിട്ടുള്ള ദിവസമായിട്ട്, അതിൻ്റെ ഒരു ആഘോഷ ദിവസമായിട്ട് തൈപ്പൂയം ആഘോഷിക്കുന്നുണ്ട്.
ഹിഡുമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസൻ പഴനി മലകൾ തൻ്റെ തോളിലേറ്റിയിട്ട് ഇവിടെ കൊണ്ടുവച്ചു, അതൊരു ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചു എന്ന് പറഞ്ഞൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഭക്തർ കാവടി എടുക്കുന്നത്. ഹിഡുമ്പൻ എന്ന് പറഞ്ഞ രാക്ഷസനെ ബാലമുരുകൻ്റെ ഒരു ആശ്രിതനായിട്ടാണ് കാണുന്നത്. പഴനിയിലെ പ്രസാദമാണ് പഞ്ചാമൃതം, വളരെ പ്രസിദ്ധമാണ്. പഴം, കൽക്കണ്ടം, മുന്തിരിങ്ങ, നെയ്യ്, തേൻ തുടങ്ങിയ ചേർത്തിട്ടുള്ള സ്വാദിഷ്ടമായിട്ട് മധുരമുള്ള പഞ്ചാമൃതം വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രസാദമാണ്. രാത്രിയിൽ റൂമിലെത്തിയിട്ട് ഉണ്ണിക്കുട്ടൻ നല്ല കസർത്തായിരുന്നു ബെഡിൽ മാമൻ്റെ കൂടെ. മുടി മൊട്ടടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ട് ഞങ്ങളും അവൻ്റെ മുടിയിൽ നല്ല കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ്റെ മുട്ട അടിക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾ പഴനി മുരുകനെ അവനെ തൊഴിയിക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് അയയ്ക്കുക. ഒരുപാട് ആൾക്കാർ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു, ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് അയയ്ക്കുക. എല്ലാ അഭിപ്രായങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് അടിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് അയക്കണം. ഓരോ അഭിപ്രായങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. ഉണ്ണിക്കുട്ടൻ്റെയും എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഒക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഐഡിയകളും ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങൾ പോകുന്ന യാത്രകളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.